സർവേശം മൃത്യുഞ്ജയം വന്ദേ. ഉത്ഥിതനായ മിശിഹായ്ക്ക് സ്നേഹവന്ദനം. അഭിവന്യ പിതാവേ, പ്രിയ ബഹുമാനപ്പെട്ട ജനറൽ അച്ഛ, പ്രൊവിൻഷ്യൽ അച്ഛന്മാരെ, തെക്കേക്കുറ്റ കുടുംബാംഗങ്ങളായ അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, വൈദികരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ പഥഗാമി, നടപ്പൊക്കെ മതി, എന്നുടെ കപ്പൽ അഴിക്കൽ ചെന്നു. മോക്ഷപർവത്തില് അർണോസ് പാതിരി അന്ത്യയാത്രയെക്കുറിച്ച് പറയുന്ന മൊഴികളാണിത്. ഞാൻ പഥഗാമിയാണ്, യാത്രികനാണ്. അഭിവന്ധ്യ പിതാവ് ഇവിടെ സൂചിപ്പിച്ചു തെക്കേക്കുറ്റച്ചനെ കുറിച്ച്. യാത്രികനായ ഞാൻ എൻ്റെ യാത്ര, നടത്തം അവസാനിപ്പിക്കുന്നു. കാരണം എൻ്റെ കപ്പൽ അഴിക്കൽ എത്തിയിരിക്കുകയാണ്. കരത്തിലുള്ളതെല്ലാം അതിർത്തിയിൽ ത്യജിച്ചുകൊണ്ട് ശനിക്കുഴപ്പമേശിടാത്ത രാശിയെ വരിച്ചിടാൻ പിൻവിളി കേൾക്കാതെ, പൂച്ചു നാണയങ്ങളുടെ തിളക്കത്തിൽ മയങ്ങാതെ ഞാൻ യാത്രയാകുന്നു. സന്യാസത്തിൻ്റെ സാങ്കോപാംഗ സൗന്ദര്യം ജീവിതത്തിലുടനീളം തൻ്റെ സമർപ്പണത്തിലൂടെ, പൗരോഹിത്യത്തിലൂടെ എല്ലാം 90 വർഷക്കാലം ജീവിച്ച് നമുക്ക് ഓരോരുത്തർക്കും മഹത്വമേറിയ മാതൃക പകർന്നു തന്ന് നിത്യതയിലേക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത സഭയുടെ സുന്ദരാരാമത്തിലേക്ക്, സുഖപുരി എന്നാണ് സഭാപിതാക്കന്മാര് സ്വർഗപ്രവേശത്തെ വിളിക്കുന്നത്. സുഖപുരി. ആ സ്വർഗഗേഹത്തേക്ക് ജീവിതത്തിന്റെ തൃപ്തിയുമായിട്ട് കടന്നു പോവുകയാണ് നമുക്കേവർക്കും പ്രിയപ്പെട്ട സ്നേഹബഹുമാനപ്പെട്ട സിറിയക് തെക്കേക്കുറ്റച്ചൻ. ആദരാഞ്ജലികളും അനുശോചനങ്ങളും അല്ല ഇവിടെ. കാരണം അച്ഛൻ്റെ ജീവിതം മുഴുവൻ പകർന്നു തന്നത് സുവിശേഷത്തിൻ്റെ സദ്വാർത്തയായിരുന്നു. അവിടെ തപിക്കാനോ വിഷമിക്കാനോ വ്യസനിക്കാനോ ഇടം തരാത്ത വിധത്തിൽ ഏത് മനക്കലക്കവുമായിട്ട് ചെല്ലുമ്പോഴും സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ, ആഴമേറിയ മൗനത്തോടുകൂടെ അച്ഛൻ എല്ലാവരെയും തണുപ്പിച്ചിരുന്നത് ഉത്ഥിതന്റെ കരസ്പർശത്താലായിരുന്നു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം MCBS സഭയുടെ കാരണവരിൽ ഒരാളാണ് അച്ഛൻ. സന്യാസ സമർപ്പണത്തെ, സമർപ്പണത്തിന്റെ സായുജ്യത്തെ മരണം കൊണ്ട് അടയാളപ്പെടുത്തി നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന അച്ഛൻ ഞങ്ങൾ MCBSകാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കാരണവന്മാരിൽ ഒരാളാണ്. MCBSന് നഷ്ടമായിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കാരണവരെയാണ്. തെക്കേക്കുറ്റ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട അച്ഛന്മാരും സിസ്റ്ററും എല്ലാവരും, ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും എല്ലാവരും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊച്ച് അച്ഛനിലുണ്ട്, ഒരു കൊച്ചായനുണ്ട്, കൊച്ചച്ഛനുണ്ട്, കൊച്ചാച്ചിയുമുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത്രയേറെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു സ്നേഹ സാന്നിധ്യത്തെയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന സമർപ്പിത പുരോഹിത സന്യസ്ത കൂട്ടായ്മ എന്നും ഈ ഗുരുവച്ചനെ കുറിച്ച് ഓർക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവച്ചൻ എന്നാണ്. MCBSകാര് ചെന്ന് സന്യാസ ഭവനങ്ങളിൽ ചെന്ന് തെക്കേക്കുറ്റച്ചൻ എന്ന് പറഞ്ഞാലും അവരെ അഭിമാനത്തോടെ പറയും ഞങ്ങളുടെ ഗുരുവച്ചൻ. കാരണം അച്ഛൻ്റെ സമർപ്പണ ജീവിതം, അച്ഛൻ്റെ ഈ ലോകത്തിലെ ജീവിതം, 90 വർഷക്കാലത്തെ ഈ പ്രയാണം അത്രയേറെ അർത്ഥവത്തായിട്ട് ജീവിതത്തിന്റെ ഓരോ മുക്കും മൂലയും, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് അർത്ഥപൂർണമായിട്ട് ജീവിക്കാനും അനശ്വരമാക്കാനും അർപ്പണത്തിലൂടെ സാധിച്ച ഒരു മഹത് വ്യക്തിയാണ് ഈ മരണത്തിലും സുവിശേഷത്തിന്റെ മൗനധ്വനി നമ്മളോട് പ്രഘോഷിച്ചുകൊണ്ട് നമ്മുടെ മുൻപിൽ ആയിരിക്കുന്നത്. എന്തായിരുന്നു തെക്കേക്കുറ്റച്ചന്റെ ഈ ഈട്? ഇവിടെ കൂടിയിരിക്കുന്ന മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാവർക്കും അച്ഛൻ പ്രിയപ്പെട്ട അച്ഛനാണ്. വിശുദ്ധനായ ഒരു വൈദികനാണ്, വലിയ അച്ഛനാണ്.
ഇങ്ങനെ നാനാവിധത്തിൽ അച്ഛനെ വർണ്ണിക്കുമ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ കനം, ആഴം എന്തുകൊണ്ടുണ്ടായി എന്ന് ചിന്തിക്കണം. സങ്കീർത്തനം 73:28 തിരുവചനം അച്ഛൻ്റെ ജീവിതത്തിൽ കോറിയിട്ട ഒരു തിരുവചനമായിരുന്നു. അച്ഛൻ്റെ ജീവിതത്തിന്റെ ഈട് പരിശോധിക്കുമ്പോൾ അതാണ് അച്ഛനെ അച്ഛനാക്കിയത്. അതുകൊണ്ട് ആ വചനം ഇപ്രകാരമാണ്: എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. തെക്കേക്കുറ്റച്ചൻ, സിറിയക് തെക്കേക്കുറ്റച്ചൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ വചനം കൊണ്ട് വ്യാഖ്യാനിക്കാവുന്ന വ്യക്തിത്വമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ഇതാണ് അച്ഛൻ്റെ ജീവിതത്തിന്റെ സകല തലങ്ങളിലും നിറഞ്ഞ് പ്രശോഭിച്ചു നിന്നിരുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. അച്ഛൻ്റെ അന്ത്യനാളുകൾ ഒരുപാട് വേദനയും ഒരുപാട് സങ്കടങ്ങളുമൊക്കെ ശരീരത്തിന്റെ രക്തപ്രവാഹത്തിന്റെയും ശ്വാസപ്രവാഹത്തിന്റെയും ഒക്കെ തടസ്സം നേരിട്ടപ്പോൾ അതിനെയൊക്കെ അച്ഛൻ നേരിട്ടത് ഈ ദൈവ സാന്നിധ്യത്തിൽ വിലയം പ്രാപിക്കുന്നതിന്റെ ഒരു സൗന്ദര്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ സഹിക്കുകയല്ല ബലിയർപ്പിക്കുകയാണെന്ന് ഒരു കുർബാന ചുവ അതിന് കൊടുത്തത്. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യത്തിന്റെ അഭിമാനപൂർണമായ ഈ സന്താനം ഇന്ന് മൗനം കൊണ്ട് എന്നും പ്രഘോഷിച്ചതുപോലെ നിത്യമായൊരു മൗനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ത്രസിപ്പിക്കേണ്ടത് ഈ ദൈവത്തിൽ ആനന്ദം കണ്ടെത്തിയ, ദൈവത്തിൽ സ്വന്തം ജീവിതത്തെ സമർപ്പിച്ച, ദൈവത്തോട് ചേർന്നിരുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം അച്ഛൻ്റെ ബലിയർപ്പണങ്ങൾ 90 തികഞ്ഞ അച്ഛൻ സധൈര്യം ഈ സമൂഹത്തോട് പറഞ്ഞു, 27,836 കുർബാന കാസ ഉയർത്തി ഞാൻ ചൊല്ലിയെന്ന്. ഇവിടെ ഇരിക്കുന്ന വൈദികരായ നമുക്ക് അഭിമാനപൂർവ്വം ഇങ്ങനെ എണ്ണി പറയാനായിട്ട് സാധിക്കുമോ എന്നെനിക്കറിയില്ല. അതുകൊണ്ടൊരു പുണ്യാത്മാവിന്റെ, ഒരു വിശുദ്ധ വ്യക്തിത്വത്തിന്റെ അന്ത്യയാത്രയിലാണ് നമ്മൾ പങ്കുകൊള്ളുക. കാരണം കുർബാനയോട് ചേർന്നാണ്, വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന അൾത്താരയോടും ബലിപീഠത്തോടും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ആധ്യാത്മിക ജീവിതത്തിന്റെ ഉടമയാണ് തെക്കേക്കുറ്റച്ചൻ. അതുകൊണ്ടാണ് അതിന് ഇത്രയേറെ പകിട്ട്. ഇന്നലെ മുതൽ ഈ പ്രൊവിൻഷ്യൽ ഹൗസിലും പരിസരങ്ങളിലുമായിട്ട് വന്നുപോയ എത്രയെത്ര ആയിരക്കണക്കിന് സഹോദരങ്ങൾ, ഇത് മുഴുവൻ ഈ മൗനം കൊണ്ട് ഇത്രയേറെ മാന്ത്രികത സൃഷ്ടിക്കാൻ അച്ഛന് സാധിച്ചെങ്കിൽ അതിന് മറ്റൊന്നുമല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആനന്ദം ജീവിതത്തിൽ പ്രഘോഷിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അച്ഛന് പ്രത്യേകിച്ച് ഒരുക്കം വേണ്ടിയിരുന്നില്ല ഒരു യാത്രയ്ക്ക്. ബഹുമാനപ്പെട്ട പി.ഡി. പറമ്പിലച്ചൻ പറഞ്ഞതുപോലെ എപ്പോഴും ഒരുങ്ങിയിരുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഈ അന്ത്യയാത്രയ്ക്ക് പ്രത്യേകിച്ച് ഒരുക്കമൊന്നും വേണ്ട. ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ മഹത് വ്യക്തിത്വം കയ്യിൽ ഒരു ബാഗും തൂക്കി മറുകൈയിൽ ഒരു കാലം കുടയും പിടിച്ച് നിശബ്ദനായി, കാൽനടയായി, നിഷ്പാദകനായി ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ജീവിതത്തിന്റെ ലാളിത്യം, പലപ്പോഴും കണ്ടം വെച്ച ഉടുപ്പ് ധരിച്ചുകൊണ്ട് നമ്മളോട് പ്രഘോഷിച്ചിരുന്നു അച്ഛൻ. ജീവിതത്തിന്റെ ലളിത സൗഭാഗ്യം അതെന്താണെന്ന് സന്യാസ സമർപ്പണത്തിന്റെ സൗന്ദര്യമായിട്ട് അച്ഛൻ ഓരോ നിമിഷവും തന്റെ ജീവിതത്തിലൂടെ ഒച്ച വയ്ക്കാതെ, ബഹളങ്ങളില്ലാതെ പറഞ്ഞു തന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സക്രാരിയുടെ മുൻപിൽ മണിക്കൂറുകൾ തപസ്സിരിക്കാൻ പോന്ന ഒരാത്മീയത അച്ഛൻ നേടിയെടുത്തത്. അതുകൊണ്ടാണ് ബലിപീഠത്തെ ഇത്രയേറെ പ്രണയിച്ചത്. ആ ബലിപീഠത്തിൽ നിന്ന് കിട്ടുന്ന വിശുദ്ധിയാണ് അച്ഛനെ അച്ഛനാക്കിയത്. അന്ത്യനിമിഷത്തെക്കുറിച്ച് പ്രിയപ്പെട്ട അച്ഛന്മാര് പങ്കുവെച്ചത് ഞാൻ ഓർമ്മിക്കുകയാണ്. പദം പറഞ്ഞ് കരഞ്ഞിരുന്നു തെക്കേക്കുറ്റച്ചൻ. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അങ്ങനെ അച്ഛനെ. പക്ഷെ അന്ത്യനിമിഷങ്ങളിൽ പദം പറഞ്ഞ് കരഞ്ഞിരുന്ന ഒരു കാര്യം കുർബാന അർപ്പിക്കാനായില്ല എന്നതുകൊണ്ടാണ്. പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. രോഗശയ്യയിൽ കിടന്നുകൊണ്ട് അച്ഛൻ വിലപിച്ചത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. എണ്ണം പറഞ്ഞ് കരയാൻ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ കുർബാനയായി മാറിയ ഒരു വ്യക്തിത്വമാണ് നമ്മുടെ പ്രിയപ്പെട്ട സിറിയക് തെക്കേക്കുറ്റച്ചൻ. അതുതന്നെയാണ് ഈ കുർബാനയുടെ പാരമ്പര്യം. MCBSന് വയസ്സ് 92, തെക്കേക്കുറ്റച്ചന് 90. അതിന്റെ അർത്ഥം MCBSന്റെ പ്രായത്തോളം എത്തി നിൽക്കുന്ന ഈ അച്ഛൻ സഭയുടെ തുടക്കം മുതൽ സഭയുടെ സിദ്ധി, സാധന, ചേതന,
സഭയുടെ പിതാക്കന്മാര്, സ്ഥാപകര്, മറ്റു വൈദികര്, ഇവരെയെല്ലാം കുറിച്ച് അച്ഛനുള്ളിടത്തോളം അറിവ് മറ്റാർക്കുണ്ട്? മരണപ്പെട്ടു പോയ സകലരെ കുറിച്ചും കുത്തിയിരുന്ന് പഠിച്ചെഴുതും ദിവ്യകാരുണ്യത്തിലെ വാടാ മലരുകൾ അച്ഛൻ. 25ഓളം പുസ്തകങ്ങൾ അച്ഛൻ എഴുതി. നിത്യജീവന്റെ ബലി എന്ന് തുടങ്ങുന്ന ആദ്യ പുസ്തകം മുതൽ നിത്യജീവദായക മന്ന എന്ന് പറയുന്ന അവസാന പുസ്തകം വരെ എത്തി നിൽക്കുന്ന അക്ഷരപ്രയാണത്തെ വ്യാഖ്യാനിച്ചെടുത്താൽ കുർബാനയാണത് മുഴുവൻ. അതിൽ 12 പുസ്തകങ്ങളും നേരിട്ട് കുർബാനയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധരെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും സഭയുടെ സിദ്ധിയെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും ഇത്രയേറെ ആധികാരികതയോടുകൂടെ സംസാരിക്കാൻ കാരണം പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നത് പറയുകയും ചെയ്യുന്ന സിറിയക്കച്ചൻ. അച്ഛന്റെ സ്വരത്തിന് MCBS എന്നും ബഹുമാന പുരസ്സരം കാതോർത്തിരുന്നു. കാരണം അതിലൂടെ അച്ഛൻ പകർന്നു തന്നത് ഞങ്ങളെപ്പോലെയുള്ള അനേകായിരങ്ങൾക്ക് ആത്മീയ വെളിച്ചം തന്നുകൊണ്ടാണ് അച്ഛൻ കടന്നു പോകുന്നത്. വെറുതെയല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓർമ്മിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കുമ്പസാരിച്ചിട്ടുള്ളത് അച്ഛൻ്റെ അടുക്കലാണ്. പ്രായശ്ചിത്തമായിട്ട് അച്ഛൻ നിശ്ചയിക്കുന്നത് പരിശുദ്ധ കുർബാനയിലെ സ്ലോസയും കാറോസൂസായും. ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഹിതൻ കുർബാന സംബന്ധിയായ ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത് ഞാൻ കാണുന്നത്. അച്ഛൻ ശ്വസിച്ചതും അച്ഛൻ കുടിച്ചതും അച്ഛൻ ഇറക്കിയതും ശ്വാസം എനിക്ക് നീ ആവനപാനം എന്ന് പറയുന്നത് പോലെ സകലതും പരിശുദ്ധ കുർബാനയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ജൂലൈ മാസം ഈശോയുടെ തിരുരക്തത്തിന്റെ പ്രത്യേകമായ സ്മരണ കൊണ്ടാടുന്ന ദിവസം, മാർത്തോമാ ശ്ലീഹായുടെ സ്മരണയൂറുന്ന ഈ മാസം, അൽഫോൻസാമ്മയുടെ സ്മരണയൂറുന്ന ഈ മാസം, കർമ്മല മാതാവിനെ സ്മരിക്കുന്ന ഈ മാസം, ഇന്ന് സന്യാസത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന ബെനഡിക്റ്റിന്റെ തിരുനാളാണ്. എല്ലാം കൊണ്ടും ഈ സകല വിശുദ്ധരെ നമ്മൾ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് ആദ്യത്തെ ശുശ്രൂഷയുടെ ആദ്യ ഭാഗം പൂർത്തിയാക്കിയപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ സ്വർഗത്തിൽ പിതാക്കന്മാർ അച്ഛന് വാതായനങ്ങൾ തുറന്നു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതുപോലെ അവരെല്ലാവരും അസൂയാവഹമായിട്ട് കാത്തിരിക്കുകയാണ് ഈ അച്ഛനെ അങ്ങോട്ടെടുക്കാൻ, അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. കാരണം ജീവിതത്തിൽ മൗനം കൊണ്ട് സന്യാസത്തെയും പൗരോഹിത്യത്തെയും നിർവചിച്ച് ദൈവത്തിലായിരിക്കുക എന്നതാണ് എൻ്റെ ആനന്ദം എന്ന് പറയാൻ അച്ഛന് സാധിച്ചു എന്നുള്ളതാണ്. ദീർഘസമയം സക്രാരിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ തപസിന്റെ, ഈ പരിശുദ്ധ കുർബാനയുടെ സ്നേഹവും ആഴവും അച്ഛൻ എത്ര സുന്ദരമായിട്ടാണ് നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഹാ വിജിഗീഷു മൃത്യുവിനാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. പ്രത്യേകിച്ച് MCBSന്റെ പരിപ്രേക്ഷ്യത്തിൽ തീർച്ചയായിട്ടും തെക്കേക്കുറ്റച്ചന്റെ സ്മരണ സജീവമായിട്ട് നിലകൊള്ളും. കാരണം കുർബാന കേന്ദ്രീകൃതമായ, കുർബാനയുടെ ആധ്യാത്മിക ജീവിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന് എന്നും വെളിച്ചവും വിളക്കുമായിരുന്നു അച്ഛൻ. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് അല്പം പരിഭവത്തോടുകൂടെ ചോദിച്ചു, കേരള സഭയിലെ ഈ കുർബാനയുടെ പ്രശ്നങ്ങൾക്കെല്ലാം MCBSകാരായ നമ്മൾ എന്ത് പ്രതിവിധിയാണ് അച്ഛാ ചെയ്യേണ്ടത്? ഒരുപക്ഷെ അന്നാണ് എന്നെ ആദ്യമായിട്ട് എടാ എന്ന അച്ഛൻ വിളിച്ചത്. നീ അർപ്പിക്കുന്ന കുർബാനയെക്കുറിച്ച് ചിന്തിക്കാനാണ് ഈ പ്രതിസന്ധി. അച്ഛൻ പറഞ്ഞു തന്ന പരിഹാരം, മാർഗനിർദ്ദേശം എന്താണെന്ന് ഓർമ്മിക്കുക. കോലാഹലങ്ങളും ബഹളങ്ങളും പരിശുദ്ധ കുർബാനയുടെ പേരിൽ സഭയുടെ ചരിത്രത്തിൽ പലയിടത്തും ഉണ്ടാകുമ്പോഴും നീ ശ്രദ്ധിക്കേണ്ടത്, നീ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന തിരുസഭയോട് ചേർന്നാണോ, സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ചാണോ? ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയെ കോട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയും, യൂക്കറിസ്റ്റ് ഈസ് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്, ടു ബി ലിവ്ഡ് ആൻഡ് ടു ബി സെലിബ്രേറ്റഡ്. ഈ പരിശുദ്ധ കുർബാനയുടെ ഈട് ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിച്ചുകൊണ്ടാണ് അച്ഛൻ ഓരോ വരിയും ഉരുവിട്ടിരുന്നത്. അന്ത്യനിമിഷങ്ങളില് ജപമാല 43 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുക്കൽ വന്ന് കുമ്പസാരിച്ചു. പതിവ് പോലെ കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, വേണ്ട അച്ഛാ, കിടന്നു മതി. ഇല്ല, ഊറാറ എടുത്തിട്ടുകൊണ്ട് എന്നെ കുമ്പസാരിപ്പിച്ചതിന് ശേഷം ക്ഷീണം തോന്നിയത് കൊണ്ട് മെല്ലെ ചെരിഞ്ഞ് വലതുകരം എൻ്റെ തലയിൽ വെച്ച് അച്ഛൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടൊരു ഉപദേശം തന്നു. 100ാം വർഷത്തിലേക്ക് കടക്കുന്ന MCBSന് സഭയുടെ സ്ഥാപക ചൈതന്യം മറക്കാതിരിക്കുക എന്നതാണ് കടമ എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം.
കാരണം അതാണ് സന്യാസ സമൂഹം, ദിവ്യകാരുണ്യ മിഷണറി സമൂഹം എന്ന നിലയിൽ നമുക്ക് പകരാനുള്ളത്. അതുകൊണ്ടാണ് അബോധാവസ്ഥയിൽ പോലും ആത്മീയത സംസാരിക്കുന്ന ഒരു മനുഷ്യൻ അവസാന നിമിഷങ്ങളിൽ ഏതാനും നിമിഷങ്ങൾ അബോധാവസ്ഥയിലേക്ക് കടന്നപ്പോൾ അച്ഛന് ഡ്യൂപ്ലിക്കസി ഇല്ലാത്തത് കൊണ്ടാണ്. അബോധാവസ്ഥയിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ച്, ആശീർവാദത്തെക്കുറിച്ച്, പരിശുദ്ധ അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ പോന്ന വിധം ജീവിതത്തെ അത്രയേറെ കുർബാനമയമാക്കി മാറ്റിയ ഈ മനുഷ്യനെ സ്വർഗം അസൂയയോടെ സ്വീകരിക്കും എന്ന് നമുക്ക് യാതൊരു സംശയവുമില്ല. തെക്കേക്കുറ്റച്ചനോട് നമുക്ക് കൊടുക്കാനുള്ള നന്ദി ഇത് തന്നെയാണ്. എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ ആനന്ദം കണ്ടെത്തി എന്നതിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും, അത് ഏത് ജീവിതാവസ്ഥയിൽ ജീവിക്കുന്നവരുടേതാണെങ്കിലും ജീവിതത്തിന്റെ അർത്ഥവും പൊരുളും എന്ന് നമുക്ക് ഓർമ്മിക്കാം. കാരണം പരിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ സന്യാസത്തിന്റെ പൊരുളാണ്, അതിന്റെ അരുളാണ്, അതിന്റെ കേന്ദ്രമാണ്. ഇത് ജീവിക്കുമ്പോഴാണ്, കുർബാനയോടുള്ള പറ്റുമാനം ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മളിൽ ഓരോരുത്തരിലും ദൈവസ്നേഹത്തിന്റെ അഗാധമായ അവാച്യമായ ആത്മസമർപ്പണം ഉണ്ടാകുന്നത്. ഈ ദൈവമഹത്വത്തിന് വേണ്ടി തന്നെ തീരെഴുതിയത് കൊണ്ടാണ് ഒച്ച വെക്കാതെ അച്ഛനെ കുറിച്ച് പറഞ്ഞിരുന്ന എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കുറ്റം അതാണ്, മിണ്ടത്തില്ല. കാരണം ഇത്രയേറെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മനുഷ്യന് എന്ത് മിണ്ടാനാ? വാക്കുകൾക്ക് പ്രസക്തിയില്ല അവിടെ. ചില നിർണായക നിമിഷങ്ങളിലൊക്കെ ഒരക്ഷരം പോലും പുറത്തു വരാതെ നമ്മൾ സാന്നിധ്യം കൊണ്ട് മാത്രമായിരിക്കുന്നതിന്റെ കാരണം അതാണ്. ദൈവത്തെ ഇത്രയേറെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തെ ഇത്രയേറെ ഹൃദയത്തിലും മനസ്സിലും കൊണ്ടു നടന്ന ഒരു വ്യക്തി ആ ആനന്ദത്തിന്റെ നിർവൃതിയിൽ സാഘോഷം, ഉത്സവം തിമിർക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ അധികം സംസാരിക്കാതിരുന്നത്. ചില സമയത്ത് ഒരല്പം ഗൗരവം തോന്നി പേടിപ്പെടുത്തുന്ന ഒരു മുഖം വെച്ചിട്ട് പൂ വിതറുന്നത് പോലെ ഒരു ചിരിയുണ്ട്. അങ്ങോട്ട് കടന്നു വരുന്ന ആരാണെങ്കിലും, ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നവരാണെങ്കിലും, അത് പുലി പോലെ വരുന്നത് എലി പോലെ ഇല്ലാതാകുന്നത് പോലെ അതേ അവസ്ഥയിൽ അലിഞ്ഞില്ലാതായി തീരും. അതിനകത്ത് കൊള്ളേണ്ടവന് കൊള്ളുകയും ചെയ്യും, തള്ളേണ്ടവന് തള്ളുകയും ചെയ്യാം. അതുപോലെ ഈ ദൈവത്തിൽ ചേർന്നിരിക്കുന്നതിന്റെ ആനന്ദം ജീവിച്ച ഈ മഹത് വ്യക്തിത്വത്തിന് അന്ത്യയാത്ര നമ്മൾ സമർപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാന ജീവിതത്തിന്റെ കേന്ദ്രമായി സ്വീകരിച്ചിരിക്കുന്ന MCBS സന്യാസ പ്രേക്ഷിത സമൂഹവും ഇവിടെ ഇരിക്കുന്ന സകല സമർപ്പിതരും പുരോഹിതരും പ്രിയപ്പെട്ട കുടുംബജീവിതാവസ്ഥക്കാരും എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ഈ ദിവ്യകാരുണ്യം, ജീവന്റെ അമൃതായ ഈ ദിവ്യകാരുണ്യത്തിന് വേണ്ടി നമ്മൾ ചെലവിടുന്ന സമയവും, കാരണം അച്ഛൻ വരുമ്പോഴും പോകുമ്പോഴും ദിവ്യകാരുണ്യ സന്നിധിയിൽ വിസീത്ത കഴിക്കാൻ മറക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. മടുപ്പ് തോന്നാത്ത ഒരു മനുഷ്യനാണ്. ഇത്രയേറെ ലാളിത്യം കൊണ്ട് സഭയെ പ്രവചിച്ച, സഭയെ നിർവചിച്ച ഒരച്ഛനാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രവാചക ശബ്ദമായി അച്ഛനിൽ നിന്നും വരുന്നത്, രണ്ടാമത്തെ ഘട്ടമായിട്ട് അച്ഛനെ നയിച്ചിരുന്ന പ്രധാനപ്പെട്ട സംഗതി, പിതൃസ്വത്ത് സൂക്ഷിക്കേണ്ടത് കുടുംബാംഗങ്ങളാണ്. ഇതാണ് അച്ഛന്റെ ഈടിന്റെ രണ്ടാമത്തെ പാതി. പിതൃസ്വത്ത് സൂക്ഷിക്കേണ്ടത് കുടുംബാംഗങ്ങളാണ്. കാരണം MCBS സഭയുടെ പിതാക്കന്മാരെയും സ്ഥാപകരെയും പൂർവ്വ പിതാക്കളെയും ഒക്കെ അറിയാവുന്ന അച്ഛൻ പിതൃസ്വത്തിനെ കുറിച്ച് കാര്യമാത്ര പ്രസക്തമായ പഠനം നടത്തുകയും സഭയുടെ ചരിത്രരേഖകൾ ശേഖരിക്കുകയും പുസ്തകമായിട്ട് എഴുതുകയും ഒക്കെ ചെയ്ത മനുഷ്യനാണ്. അതുകൊണ്ട് അച്ഛൻ അറിയാം എന്താണ് അതിന്റെ പൈതൃകമെന്ന്. ഇന്ന് വരെ ജീവിച്ചത് മുഴുവൻ ഈ പൈതൃകം ഒരു പൊടി പോലും കളയാതെ കാത്തു സൂക്ഷിക്കാനും കൈമാറാനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് അച്ഛന് അടങ്ങാത്ത ദൈവസ്നേഹവും സഹോദരങ്ങളോടുള്ള ഒത്തുതീർപ്പില്ലാത്ത പ്രതിബദ്ധതയും സ്വാർത്ഥമില്ലാത്ത സമർപ്പണവും അനന്യമായ ലക്ഷ്യോപാസനയും അച്ഛൻ ജീവിതത്തിൽ കൊണ്ടു നടന്നിരുന്നത്. അതായിരുന്നു. എത്ര മണിക്കൂറുകളാണ് ഇരുന്ന് എഴുതുക, എത്ര മണിക്കൂറുകളാണ് ഇരുന്ന് വായിക്കുക. ഇടത് കൈയിൽ ജപമാല ഉരുളുമ്പോൾ വലത് കൈ കൊണ്ട് ലെൻസ് പിടിച്ച് യാമപ്രാർത്ഥന ചെല്ലുന്ന ഒരു അച്ഛനാണ് ഈ കിടക്കുന്നത്. സന്യാസത്തിൽ യാമപ്രാർത്ഥനയുടെ അർത്ഥവും ആഴവും എത്രമാത്രമുണ്ടെന്ന് രോഗശയ്യയിൽ പോലും ഞങ്ങളെ കാണിച്ചു തന്നു. മരിക്കുന്ന അന്ന് പോലും ഡയറി എഴുതി വെച്ചു. എല്ലാവർക്കും നന്ദി, എല്ലാത്തിനും നന്ദി. കശീശ സിറിയക് തെക്കേക്കുറ്റ്, ശുദ്ധമായ സുറിയാനി ഭാഷയിൽ അച്ഛൻ എഴുതി വെച്ചു. കുർബാനയുടെ കണക്ക് വിട്ടുവീഴ്ചയില്ലാതെ എഴുതി വേണ്ടപ്പെട്ട അധികാരികളെ ഏൽപ്പിക്കാൻ അച്ഛൻ മറന്നില്ല.
ഇതിലും വലുതായിട്ട് ഒരു സന്യാസ സമർപ്പണത്തിന്റെ സൗന്ദര്യത്തെ എങ്ങനെയാണ് ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നത്? നമുക്കേവർക്കും മാതൃകയാണ് പ്രിയപ്പെട്ട സിറിയക്കച്ചൻ. ആത്മീയ ഗുരുവും ആത്മീയ വെളിച്ചവും ആയി നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ നിയന്താവുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ. പ്രത്യേകിച്ച് സഭാപിതാവായ അഫ്രഹാത്ത് പറയുന്നത് പോലെ, ദിവ്യകാരുണ്യത്തെ ചുംബിച്ച നിന്റെ അധരങ്ങൾ നിശബ്ദതയെ സ്നേഹിക്കണം. വിശുദ്ധ ബെർണാഡിനെ കോട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ എപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ്, ദൈവാന്വേഷിയായ മനുഷ്യൻ എപ്പോഴും മുനിയായിരിക്കണം, മൗനത്തെ പ്രണയിക്കണം. അച്ഛൻ്റെ ജീവിതം മുഴുവൻ അതായിരുന്നു. ഈ മൗനം കൊണ്ട് മേഘധ്വനി സൃഷ്ടിച്ച് സന്യാസത്തിൻ്റെ, സമർപ്പണ ജീവിതത്തിൻ്റെ, പൗരോഹിത്യത്തിൻ്റെ, ഒരു വ്യക്തി വിശ്വാസ ജീവിതത്തിൻ്റെ ഒക്കെ എല്ലാ തലങ്ങളിലും നമുക്ക് മാതൃക പകർന്നു തന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ പരിപൂർണമായി ഒരു നിമിഷം പോലും കളയാതെ, ഒരു അംഗീകാരത്തിനും വേണ്ടി അച്ഛൻ ആഗ്രഹിച്ചുമില്ല, പ്രതീക്ഷിച്ചുമില്ല. മൗനമായിട്ട് എല്ലാവർക്കും സേവനം ചെയ്യാൻ, തൻ്റെ അടുത്ത് വരുന്ന ആരെയും ഉപേക്ഷിക്കാതെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ, കുർബാനയ്ക്ക് വേണ്ടി പദം പറഞ്ഞ് കരയാൻ, കയ്യിൽ ജപമാലയേന്താൻ, ലെൻസ് വെച്ച് കാനോന നമസ്കാരം ചെല്ലാൻ. ഇനി ഇതിൽ കൂടുതൽ എന്താണ് അച്ഛനെ കുറിച്ച് പറയേണ്ടത്? പ്രിയപ്പെട്ട അച്ഛ, ഈ അന്ത്യയാത്ര ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അച്ഛൻ പകർന്നു തന്ന മാതൃകയോടുള്ള നന്ദിയാണ്. അക്ഷിഗോചരങ്ങളല്ല, ജ്ഞാനഗോചരങ്ങളാണ് മുഖ്യം എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത് കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് വീക്ഷിക്കുന്നതാണ് മഹനീയം എന്ന് പറയാൻ പോന്ന മാത്രയിൽ പാകത്തിൽ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന MCBSന്റെ പൈതൃകം, പൂർവ്വപിതാക്കളിൽ നിന്ന്, സഭാസ്ഥാപകരിൽ നിന്ന് ഞങ്ങളിലേക്ക് തന്ന പൈതൃകത്തിന് നന്ദി. അച്ഛൻ എഴുതി വെച്ചതുപോലെ തന്നെ MCBS സഭയുടെ ഭാഗത്തു നിന്നും, നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും അച്ഛന് 1000 നന്ദി. ഞങ്ങളുടെ പ്രാർത്ഥനാശംസകൾ. ഉത്തിതന്റെ മഹത്വത്തിലേക്ക് പങ്കുചേരുക. മരണത്തെക്കുറിച്ച് പോലും അച്ഛനിടയ്ക്ക് പറഞ്ഞിരുന്നു, സമയമാകുമ്പോൾ അങ്ങ് പോകണം, അത്രയല്ലേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ? ഒരു പരാതിയും പരിഭവവുമില്ലാതെ ഈ മനുഷ്യൻ ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ സന്യാസ ശ്രേഷ്ഠ പിതാവിന് ഉചിതമായ സമുചിതമായ ആദരങ്ങൾ നൽകാൻ നമ്മുടെ പ്രിയപ്പെട്ട MCBS സഭ അംഗങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. കാരണം അത്രയേറെ വെളിച്ചം സ്വീകരിച്ചു അച്ഛൻ. പ്രിയപ്പെട്ട ബേബി ചേട്ടനും, ബിപിൻ അച്ഛനും, എബിനും, ബിജു അച്ഛനും എല്ലാവരും കൂടി ശുശ്രൂഷ ചെയ്തു എല്ലാ രീതിയിലും. പ്രൊവിൻഷ്യൽ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക, ദൈവഹിതം അറിയാൻ തെക്കേക്കുറ്റച്ഛൻ്റെ അടുക്കൽ സംസാരിച്ചാൽ മതിയെന്ന്. പുതുമയായിട്ട് തോന്നിയില്ല, കാരണം ഞങ്ങളെല്ലാവരും അനുഭവിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണത്. നമുക്കെന്തെങ്കിലും സന്ദേഹമുണ്ടായാൽ ഈ അച്ഛൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ മതി, അതിൻ്റെ കാര്യകാരണ സഹിതം നമ്മളോട് പറഞ്ഞു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛ, ദൈവത്തിലായിരിക്കുന്നതാണ് അച്ഛൻ്റെ ആനന്ദമെങ്കിൽ നിത്യതയിലൂടെ ഈ സുഖപുരിയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ന് അച്ഛൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും ദുഃഖിക്കുന്നില്ല, അച്ഛൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. അച്ഛൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട്, പകർന്നു തന്ന മാതൃകയ്ക്ക് പകരങ്ങളില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ജീവിതത്തിൻ്റെ കൊടിപ്പടം മരണത്തിന് താഴ്ത്തിക്കെട്ടാനാവില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട്, എല്ലാത്തിനും പ്രിയപ്പെട്ട അച്ഛ നന്ദി, എല്ലാത്തിനും പ്രാർത്ഥനയും.